അയോധ്യയിൽ ധർമ്മ ധ്വജാരോഹണം ഇന്ന് നടക്കുകയാണ്. രാജ്യം പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ ആ ഒരു പുണ്യ നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അയോധ്യയിൽ പുരോഗമിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 11:58-നും 1 മണിക്കും ഇടയിലാണ് മുഹൂർത്തം എന്നുള്ളതാണ്. വേദമന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുമ്പോൾ ക്ഷേത്രമണികൾ കൂട്ടത്തോടെ മുഴക്കും. 551 സ്ത്രീകൾ കലശങ്ങളിൽ സരയൂ നദീജലം നിറച്ച് രാമൻ സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, ആ പുണ്യ നിമിഷത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ജനങ്ങൾ അവർ കാത്തിരിപ്പിലാണ് എന്നുള്ളതാണ്. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 വർഷം നീണ്ട പോരാട്ടത്തിന്റെ ഐതിഹാസിക ജയം. പറയൂ ശ്രീകാന്ത്. രാഖി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ പ്രധാനപ്പെട്ടയാൾ നരേന്ദ്രമോദി, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുകയാണ്. അദ്ദേഹം ശ്രീരാം ജന്മഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് വനവാസം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമൻ ഈ അയോധ്യ നഗരിയിലേക്ക് വരുമ്പോൾ അയോധ്യ നഗരവാസികൾ എങ്ങനെയാണോ സ്വീകരിച്ചാനയിച്ചത്, അത്രയധികം ഉത്സവലഹരിയിൽ ആഘോഷപൂർവ്വം പുഷ്പങ്ങൾ അർപ്പിച്ച് പൂക്കൾ വാരി വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സ്വാഗതം ചെയ്യുകയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ സ്ഥലം, ഈ രാമജന്മഭൂമി എന്നത് വിസ്മരിക്കപ്പെട്ട് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കിടന്നിടത്ത് നിന്നും അത് വീണ്ടെടുത്ത് ഭക്തലക്ഷങ്ങൾക്കായി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ ആഘോഷം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ഒരു അറ്റം മുതൽ, ഈ ഹനുമാൻഘടി മുതൽ ഏതാണ്ട് ശ്രീരാം ജന്മഭൂമി വരെ നീണ്ടുകിടക്കുന്ന ഈ വീതി മുഴുവൻ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അത് നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും. രാഖി, ഏറ്റവും പ്രധാനം ഈ ധ്വജാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഈ ധ്വജാരോഹണ ചടങ്ങ് എന്ന് പറയുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ഈ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഔദ്യോഗികമായി പൂർത്തിയായി എന്നതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഒരു നിർമ്മാണ കേന്ദ്രം, നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലം എന്നതിൽ നിന്നും ഇതൊരു പൂർണ്ണ ക്ഷേത്രത്തിലേക്ക് മാറിയതിൻ്റെ പ്രതീകമായാണ് ഈ ധ്വജം, ഭഗവത് ധ്വജം സ്ഥാപിക്കുന്നത്. 22 അടി നീളവും 11 അടി വീതിയുമുള്ള കാവി പതാകയിൽ സ്വർണ്ണ നൂലുകൊണ്ട് കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്ത 3 പുണ്യചിഹ്നങ്ങളുണ്ട്. ശ്രീരാമൻ്റെ സൂര്യവംശത്തെയും നിത്യ ഊർജത്തെയും പ്രതിനിധീകരിക്കുന്ന സൂര്യൻ, ആത്മീയ ചലനത്തെ പ്രതീകപ്പെടുത്തുന്ന ഓം ചിഹ്നം, വിശുദ്ധി, സമൃദ്ധി, രാമരാജ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന കോവിദാർ മരത്തിൻ്റെ രൂപങ്ങൾ എന്നിവയാണ് അത്. വാൽമീകി രാമായണം അനുസരിച്ച് മന്ദാർ, പാരിജാത മരങ്ങളുടെ സങ്കര ഇനമാണ് കോവിദാർ മരം. ഇത് ഋഷി കശ്യപനാണ് സൃഷ്ടിച്ചത് എന്ന് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ ഓരോന്നായി എത്തിക്കുന്നുണ്ട്. അവിടെ സന്യാസി വര്യന്മാർ, അത് പല വിഭാഗങ്ങളിൽപ്പെട്ട സന്യാസി വര്യന്മാർ ഈ ചടങ്ങിൽ സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ട്. മകൻജി, आपका शुभ नाम क्या है? हमारा नाम है संत मदन मोहन दास। किधर से है? मैं यहीं अयोध्या मणि रामदास छावनी में रहता हूँ। हमारे गुरु जी राम जन्मभूमि के अध्यक्ष हैं। हमको एक भजन नहीं, ठीक है, बस इतना ही काफ़ी है. ഓക്കെ, അദ്ദേഹം ഇവിടുത്തെ ഈ രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൂടിയാണ്. ഈ രാഖി, ഈ ധ്വജാരോഹണവും പ്രാണപ്രതിഷ്ഠയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ പ്രാണപ്രതിഷ്ഠ എന്നാൽ ഗർഭഗൃഹത്തിൽ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിഗ്രഹത്തിൽ ജീവശക്തി നിറയ്ക്കുകയും ആരാധന ആരംഭിക്കുകയും ചെയ്തു എന്നതാണത്. എന്നാൽ ധ്വജാരോഹണം, ആപ് ഗായെംഗെ ഭജൻ? नीलाम्बुज श्यामल कोमलांगम सीता समारोपित वाम भागम पाणो महासायक चारु चापम नमामि रामम रघुवंशनाथम। बोलो साकेत बिहारी श्री राघवेंद्र सरकार की जय।
अरे सीताराम 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 कहिए, जाहि विधि राखे राम ताहि विधि रहिए। सीताराम 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 कहिए, जाहि विधि राखे राम ताहि विधि रहिए। मुख में हो राम नाम राम सेवा हाथ में, तू अकेला नहीं प्यारे राम तेरे साथ में। विधि का विधान जान हानि लाभ सहिए, जाहि विधि राखे राम ताहि विधि रहिए। सीताराम 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 कहिए, जाहि विधि राखे राम ताहि विधि रहिए। किया अभिमान तो फिर मान नहीं पाएगा, होगा प्यारे वही जो श्री राम जी को भाएगा। फल आशा त्याग शुभ काम करते रहिए, और जय विधि राखे राम ताहि विधि रहिए। सीताराम 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 कहिए, जय विधि राखे राम ताहि विधि रहिए। അപ്പോ രാഗി ഇതുപോലെ ഒട്ടനവധി ഭജനകൾ ജയ് ശ്രീറാം വിളികൾ ഒക്കെയായി അയോധ്യയിലെ സപ്തമന്ദിറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ, അയോധ്യയിലെത്തി ധർമ്മധ്വജാരോഹണം നടത്തുകയാണ് ഇന്ന്. അവിടെ സപ്തമന്ദിറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീകാന്ത് തുടരാം. രാഗി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സപ്തമന്ദിരം, അന്നപൂർണാദേവി മന്ദിരം, അതോടൊപ്പം ഹനുമാൻ ഘടി ക്ഷേത്രത്തിലേക്കും അദ്ദേഹം എത്തിച്ചേരും. ശേഷം രാംലല ശ്രീരാം മന്ദിറിലേക്ക് അദ്ദേഹം പോവും. രാം ജന്മഭൂമി ശ്രീരാം മന്ദിറിൽ അദ്ദേഹം ദർശനത്തിനായി എത്തും. അവിടെ രാംലലയെ കണ്ട് അദ്ദേഹം തൊഴും. അതിനുശേഷമാണ് 11:58 മുതൽ 1 മണിവരെ നീണ്ടു നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം ഈ ധ്വജ ആരോഹണം നടത്തുന്നത്. ഈ ധ്വജാരോഹണത്തിൻ്റെ ഇന്നത്തെ തീയതിക്കൊരു പ്രത്യേകതയുണ്ട് രാഖി. അതായത് ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹത്തെ അടയാളപ്പെടുത്തുന്ന വിവാഹ പഞ്ചമി ദിനത്തിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 11:58 ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിലായിരിക്കും അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ആ മുഹൂർത്തം. ഇത് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രവുമായി യോജിക്കുന്നതാണ്. പൂർത്തിയാക്കിയ രാമക്ഷേത്രത്തിനുള്ളിലെ രാം സീത വിവാഹോത്സവത്തിൻ്റെ ആദ്യ ആഘോഷം കൂടിയാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഒട്ടനേകം വിശ്വാസപരമായും ആചാരപരമായും ഒട്ടനേകം പ്രാധാന്യം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഇതാ നോക്കൂ, ചെറിയൊരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കുറേയധികം വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാതാജി, ആപ് കിധർ സേ? बलरामपुर से। കുറേയധികം അത് കുടുംബത്തോടെ ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന ആളുകൾ ഉണ്ട്. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നും, നേപ്പാൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആളുകൾ ഉണ്ട്. ഇനി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പതാക ഉണ്ടാക്കിയ ആളുകളെ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ രാഗി ഒരു നിമിഷം അതിനെക്കുറിച്ച് കൂടി പറയണം. പതാക ഈ ദീർഘകാലം നിലനിൽക്കുന്നതിനായി ഗുജറാത്ത് അഹമ്മദാബാദിലെ ഒരു സ്പെഷ്യലിസ്റ്റ് പാരച്യൂട്ട് നിർമ്മാണ കമ്പനി 25 ദിവസമെടുത്താണ് തയ്യാറാക്കിയത്. സൂര്യൻ, മഴ, അതായത് സൂര്യ താപം, അതോടൊപ്പം മഴ, ശക്തമായ കാറ്റ് എന്നിവയെ പ്രതിരോധിക്കാൻ പ്രീമിയം സിൽക്ക് നൂലുകളും പാരച്യൂട്ട് ഗ്രേഡ് തുണിയും ഉപയോഗിച്ചാണ് ഈ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുതിർന്ന സൈനികോദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അന്തിമമാക്കിയത് എന്നുകൂടി മനസ്സിലാക്കണം. ഏതാണ്ട് 200 കിലോമീറ്റർ, മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെയും മഴയെയും സൂര്യപ്രകാശത്തെയും ഈ പതാകയ്ക്ക് ചെറുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഒരു നൈലോൺ കയറും 42 അടി കറങ്ങുന്ന തൂണിലെ ഓട്ടോമാറ്റിക് ഹോയിസ്റ്റിംഗ് സിസ്റ്റവും ഇതിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്നുണ്ട്. രാഖി, അങ്ങനെ സാങ്കേതികപരമായി കൂടി വലിയ പ്രത്യേകതകളുള്ള ഒരു ധ്വജ സ്തംഭം കൂടിയാണ് അത്. വലിയ സുരക്ഷാ സംവിധാനം അയോധ്യയിലെമ്പാടും ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസ ലക്ഷങ്ങൾ
അയോധ്യയിലേക്ക് പ്രവഹിക്കാൻ പോവുകയാണ്. ഇന്ന് ഒരു 8,000 പരമാവധി 8,000 വരെ ആളുകൾക്ക്, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനമുണ്ടായത്. എന്നിട്ടും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രമുഖരായ ആളുകൾ എത്തി. ധ്വജാരോഹണ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ദർശനത്തിനുള്ള സൗഭാഗ്യം കിട്ടും. ആ ഗോപുരമുകളിൽ ഭഗവദ്ധ്വജം പാറിപ്പറക്കുന്നത് കാണാൻ സാധിക്കും. രാഖി, ഇതൊന്ന് നോക്കൂ. ഇങ്ങനെ വിദൂരതയിലേക്ക് ഈ വഴി നീണ്ടു പോകുന്നത് സരയൂ നദിക്കരയിലേക്കാണ്. സരയൂ നദിക്കരയിലേക്കാണ് ഈ വഴി ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇവിടെ രാമക്ഷേത്രം ആരംഭിച്ച് അവിടെ നിന്നും ഹനുമാൻ ഘടിയിലേക്ക് എത്തി, അവിടെ നിന്നും സരയൂ നദിക്കരയിലേക്ക് നീളുന്ന ഈ വഴിയാണ് ഇത്. ഈ വഴിയിലാകമാനം ആളുകൾ ഇങ്ങനെ നടന്ന് ഈ രാമക്ഷേത്രത്തിലേക്ക്, ഹനുമാൻ ഘടിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വരുന്ന വഴിയിലെമ്പാടും ജയ് ശ്രീറാം വിളികൾ, ഭജനകൾ, ഢമരുവിൻ്റെ കൊട്ട്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ തന്നെ സാധിക്കും. വിപുലമായ ഘാട്ടുകൾ ഈ സരയൂ നദിക്കരയിൽ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊന്നും തന്നെ ഈ തെരുവിൽ, ഞാൻ മുൻപ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, മുൻകാലങ്ങളിൽ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങാൻ, ഭജന ചൊല്ലാൻ ഉള്ള അവസരമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം അതിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം കൂടി വീണ്ടും കിട്ടിയിരിക്കുന്നു ഈ സനാതന ധർമ്മ വിശ്വാസികൾക്ക് എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹം ഓരോ ക്ഷേത്രങ്ങളിലായി ദർശനം നടത്തുകയാണ്. ഹനുമാൻ ഘടിയിലേക്ക് അദ്ദേഹം വൈകാതെ എത്തും. ഹനുമാൻ ഘടിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ അയോധ്യയെ കാത്തുരക്ഷിക്കുന്ന ദൈവം അതാണ് ഇവിടുത്തെ ഹനുമാൻ ഘടിയിലെ ഹനുമാൻ സ്വാമി എന്നതാണ് വിശ്വാസം. ഭഗവാൻ ശ്രീരാമൻ ഈ അയോധ്യ നഗരത്തെ ഒന്നാകെ സംരക്ഷിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചു എന്നുള്ളതാണ് വിശ്വാസം കൂടി ഉള്ളത്. എന്തായാലും ഈ അണമുറിയാത്ത ഭക്തപ്രവാഹം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണാൻ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ദർശനത്തിന് ശേഷം ഈ ചടങ്ങുകളിലേക്ക്, ഈ ധ്വജാരോഹണ ചടങ്ങുകളിലേക്ക് കടക്കും. ഇപ്പോൾ സമയം 10:43. 11:58 1 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ. രാജ്യം ആ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി പോവുകയാണ്. സപ്തമന്ദറിൽ പ്രധാനമന്ത്രി ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുൻപാണ് സപ്തമന്ദറിൽ അദ്ദേഹം ദർശനം നടത്തിയത്.